വയനാട്ടിലെയും ചേലക്കരയിലെയും പോളിംഗ് സമാധാനപരമായി പൂർണ്ണമാകുകയാണ്. പക്ഷേ ചേലക്കര മണ്ഡലത്തിലെ തളിയിൽ 7-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും 100-ലധികം പേർ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്നു. സമ്മതിദാന അവകാശം വിനിയോഗിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് ബൂത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്നാണ് വോട്ടർമാർ പറയുന്നത്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 2 മണ്ഡലങ്ങളിലും ഇനി പോളിംഗ് പൂർത്തിയാകാനുള്ളത് ഈ തളിയിലെ ഈ ബൂത്തിൽ മാത്രമാണ് എന്നുള്ളതാണ്. 2 സ്ഥലങ്ങളിലെയും വയനാട്ടിലെ ഒരു രീതി, അതോടൊപ്പം തന്നെ ചേലക്കരയിൽ മറ്റൊരു രീതി. വയനാട്ടിൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ രീതിയിൽ പോളിംഗ് നടന്നിട്ടില്ല. ഉച്ചയോടുകൂടി തന്നെ പലയിടങ്ങളിലും ആളുകളില്ലാത്ത ശുഷ്കമായ പോളിംഗ് ബൂത്തുകളായി മാറുകയും ചെയ്തു. ചേലക്കരയിൽ മറിച്ചൊരു ചിത്രമാണ് കാണാൻ കഴിഞ്ഞത്. ചേലക്കരയിൽ പരമാവധി വോട്ടർമാരെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50% പോളിംഗ് നടന്ന ഒരു മണ്ഡലമെന്ന രീതിയിൽ ചേലക്കരയുടെ പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ്. വളരെ കൃത്യമായി തന്നെ അവിടെ നേരത്തെ തന്നെ പോളിംഗ് പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു തന്നെയാണ് വോട്ടർമാർ വരികയും ചെയ്തത്. ഇപ്പോഴും ചേലക്കരയിലെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ആ തളിയിലെ 7-ാം നമ്പർ ബൂത്ത് തന്നെയാണ്. അവിടെ ഇപ്പോഴും വോട്ട് ചെയ്യാനായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. വോട്ട് ചെയ്തിട്ടേ പോകൂ എന്ന് പറയുന്ന തരത്തിൽ സാലി ചേരുകയാണ്. സാലി, നിലവിൽ ചേലക്കര ഒരു മാതൃകയാണ്. ചേലക്കരയിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അവർ വളരെ കൃത്യമായി തന്നെ വോട്ട് ചെയ്ത് മടങ്ങുമെന്ന അർത്ഥത്തിൽ തന്നെ നിൽക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 50%-ലധികം പേർ വോട്ട് ചെയ്യുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്? ചേലക്കരയിലെ പോളിംഗ് രീതി അനുസരിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ കാര്യം? അതായത് 6 മണിക്ക് പോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ 2 ബൂത്തുകളാണ് ശേഷിച്ചിരുന്നത്. ആ 2 ബൂത്തുകളിലും ആളുകൾ ക്യൂവിലുണ്ടായിരുന്നു. തളിയിലും തൊണ്ണൂർക്കരയിലും 2ഇടത്തെയും ബൂത്തുകളിൽ സ്ലിപ്പ് കൊടുത്ത് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് തൊണ്ണൂർക്കരയിലെ പോളിംഗ് പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി തളിയിൽ മാത്രമാണ് ശേഷിക്കുന്നത്. ബാക്കി എല്ലായിടത്തും പോളിംഗ് അവസാനിച്ചു, സമാധാനപരമായി അവസാനിക്കുകയാണ്. അതായത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 50% പിന്നിട്ടു. ഇപ്പോൾ 73%-73%-ലേക്കാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ അത് ഔദ്യോഗികമായി അവസാന കണക്ക് എന്ന് പറയുന്നത് ലഭ്യമാകുന്നതിന് ഒരു 9-9:30 മണിയെങ്കിലും ആവും. അപ്പോഴൊരു 75-76-ലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിന് തൊട്ടടുത്ത് ഒരു പോളിംഗ് ശതമാനം ഇക്കുറി ചേലക്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അത് തന്നെയാണ് സാഹചര്യം. അതായത് കഴിഞ്ഞ തവണത്തിന് സമാനമായൊരു പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണ 77.4 അതിന് മുൻപ് 79.2 അപ്പോൾ അതിനടുത്ത് ഒരു പോളിംഗ് ശതമാനം, 77-ൽ താഴെ ഒരു പോളിംഗ് ശതമാനം ഇക്കുറിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി എന്ത് വിശകലനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്ന കുറച്ച് കണക്കുകളുണ്ട്. ആ കണക്ക് വെച്ച് LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാര്യം, ഈ രാവിലെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും ഇടത് വോട്ടുകളാണ്. അത് വളരെ പ്ലാൻഡായിട്ട് കൃത്യമായി ചുമതല നൽകി ബൂത്തുകളിൽ നിന്ന് ആളെ ഇറക്കി 11:30-ക്ക് മുമ്പ് മുഴുവൻ ഇടത് വോട്ടുകളും ചെയ്യിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ ശേഷിക്കുന്ന ചില വോട്ടുകൾ ഒഴികെ ബാക്കി എല്ലാം 11:30-ക്ക് മുമ്പ് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് LDFൻ്റെ അവകാശവാദം. അതിനനുസരിച്ചാണെങ്കിൽ ആ രാവിലെ, അതായത് 2 മണിക്ക് മുമ്പ് ചെയ്യപ്പെട്ട 51.8% വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും ഇടത് വോട്ടുകളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ LDF കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതാണ് ഒരു പൊതു സാഹചര്യം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം UDF ക്യാമ്പും കുറച്ചുകൂടി സജീവമായി കുറച്ച് വോട്ടുകൾ കൊണ്ടുപോയി അവരുടെ ചെയ്യിച്ചിട്ടുണ്ട് എന്ന് ബൂത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഒരു കാരണവശാലും രാവിലെ ചെയ്ത കൂട്ടത്തോടെ എത്തിപ്പോൾ ചെയ്യപ്പെട്ട ഇടത് വോട്ടുകളുടെ മുകളിൽ മറികടക്കാൻ കഴിയുന്നത്ര വോട്ടുകൾ ഈ മണ്ഡലത്തിൽ UDFന് ഇല്ല എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം. ആ രാഷ്ട്രീയ ചിത്രവും പോളിംഗ് ശതമാനത്തിലെ ഈ കണക്കുകളും പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ അവകാശവാദത്തിന് മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ബൂത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ വെച്ച് സൂചിപ്പിക്കാൻ കഴിയുക. ഞാനിപ്പോൾ നിൽക്കുന്ന 69-ാം നമ്പർ ബൂത്തിലാണ്. 69-ാം നമ്പർ ബൂത്തിൻ്റെ കണക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ആ കണക്ക് പ്രകാരം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ട്. ആ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിലുണ്ടായ വർധനവ് തന്നെ LDF ഗുണകരമാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 797 വോട്ടായിരുന്നു, ഇത്തവണ 832 വോട്ട്. കഴിഞ്ഞ തവണ 12 വോട്ടിന് LDF ലീഡ് ചെയ്തു, ഇത്തവണ 52 വോട്ടിന് LDF ലീഡ് ചെയ്യും എന്നതാണ് LDFൻ്റെ കണക്ക്. അതായത് കഴിഞ്ഞ തവണ 12 വോട്ടിന് മാത്രം 39,400 വോട്ട് LDFന് മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പിൽ പോലും കേവലം 12 വോട്ടിനാണ് ഈ ബൂത്തിൽ ലീഡ് ചെയ്തത്. അതായത് UDFൻ്റെ ശക്തി കേന്ദ്രമോ എന്ന് പറയാവുന്ന ഒരു ബൂത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ UDF നല്ല നിലയിൽ മേൽക്കൈ നേടുന്നൊരു ബൂത്ത്. ആ ബൂത്തിൽ പോലും
LDFിൻ്റെ കണക്കനുസരിച്ച് ഇത്തവണ 50-നും 55-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ലീഡ് ഈ ബൂത്തിൽ തന്നെ ഉണ്ടാകും. അതായത് UDF ശക്തി കേന്ദ്രമായ ബൂത്തിൽ കഴിഞ്ഞ തവണത്തെ 12-ൽ നിന്ന് 55-ലേക്ക് വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ശരാശരി കണക്ക് കഴിഞ്ഞ തവണത്തെ 39,400-ൽ നിന്ന് വർധനമാണ് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നതാണ്. ശരി സലി, ഏതായാലും ആ കണക്കുകളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി വരിക. ഏതായാലും തെലക്കരയിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ വോട്ടിംഗ് തന്നെ നടന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇടത് ക്യാമ്പ് ആശ്വാസത്തിൽ തന്നെയാണ്.